ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മോഡലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ്, സർവീസ് എന്നുള്ളവ പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെ പ്രൊഡക്ട്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിലോട്ട് അറിയിക്കുകയും അതുപോലെ തന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലോട്ടുള്ളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുകയും എല്ലാ കസ്റ്റമേഴ്സിനും ലഭ്യമാകുന്ന ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഇതിലൂടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് ആണ്. അതായത് മാർക്കറ്റിങ്ങിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഫസ്റ്റ്, കസ്റ്റമർ ഓറിയൻറ്റഡ്. അതായത് മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമേഴ്സിനെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സിന് എന്ത് പ്രൊഡക്റ്റാണോ ആവശ്യമായി വരുന്നത് അതാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക്, ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും വില കുറഞ്ഞ രീതിക്ക് നല്ലൊരു ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? കമ്പനിക്കാർ ഇപ്പോൾ ഈ ഒരു HP ബ്രാൻഡൊക്കെ അങ്ങനെ ഓരോ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ ഓരോ കസ്റ്റമേഴ്സിനനുസരിച്ചിട്ട് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ വാല്യൂ ക്രിയേഷൻ, അതായത് അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സിൽ അതിൻ്റേതായിട്ടൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓരോ പ്രൊഡക്ട്സിനും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നല്ലൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഡൈനാമിക് ആൻഡ് ഇവോൾവിങ്. ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഒരൊറ്റ പ്രൊഡക്റ്റ് ട്രെൻഡിങ് ആയി പോകണമെന്നില്ല. വളരെ ഡൈനാമിക് ആണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ആദ്യത്തെ കാലത്തൊക്കെ ഈ കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് പേപ്പർ, TV ഇതുവഴിയുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അതൊന്ന് ഫുൾ സോഷ്യൽ മീഡിയ, Instagram, YouTube ഇതുപോലത്തെ പുതിയ ട്രെൻഡിനോട് കൂടി പോയി. ദെൻ നെക്സ്റ്റ്, ഇൻറ്റിഗ്രേറ്റഡ് പ്രോസസ്സ്. ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരൊറ്റ ആൾ മാത്രമല്ല ജോലി ചെയ്യാം. മറിച്ച് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രൊഡക്റ്റ് ഡിസൈൻ ഉണ്ടാകും, മാർക്കറ്റ് റിസർച്ച് ഉണ്ടാകും, അതുപോലെ തന്നെ പല അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ്റെ, സെയിൽസിൻ്റെ, ഇങ്ങനെ പല ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്ചേഞ്ച് ബേസ്ഡ്, അതായത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ചേഞ്ച് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ പണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? അതിന് പ്രതിഫലമായിട്ടുള്ളൊരു സാധനം കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ, ഒരു കസ്റ്റമർ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്തു, വെജിറ്റബിൾസ് എന്തെങ്കിലും പർച്ചേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് എന്ത് ചെയ്യുന്നു? അതിന് പണം കൊടുത്തിട്ട് ആ ഷോപ്പ് കീപ്പർ ആ ഒരു സാധനം കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു എക്സ്ചേഞ്ച് ബേസ്ഡ് ആണ്. ദെൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിറോൺമെൻറ്റ്. ഇവിടെ മാർക്കറ്റിങ്ങിന് നിരവധി കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് എൻവിറോൺമെൻ്റ് ആയിക്കോട്ടെ, പല കാര്യങ്ങളിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ടെക്നോളജീൻ്റെ ബേസിൽ, കൾച്ചറിൻ്റെ ബേസിൽ, കോമ്പറ്റീഷൻ്റെ ബേസിൽ, ഇങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും, അതുപോലെ ഗവൺമെൻറ് റൂൾസ് ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഓൺലൈൻ ആയിട്ടുള്ള ഡ്രസ്സിങ് ഷോപ്പൊക്കെ വന്നത് കാരണം ഈ ഓഫ്ലൈൻ ആയിട്ടുള്ള പല ഷോപ്പുകളും എന്ത് ചെയ്തു? ഓൺലൈനായിട്ട് ആപ്പുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഡ്രസ്സിങ് ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്പുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ദെൻ ഗോൾ ഓറിയൻറ്റഡ്, അതായത് ഓരോ മാർക്കറ്റിനും ഒരു ലക്ഷ്യം ഉണ്ടാക്കും. അതായത് അവിടുത്തെ സെയിൽസ് വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, പിന്നെ ഇവരുടെ ബിസിനസ് ആയിരിക്കണം വലിയൊരു ബ്രാൻഡായിട്ട് അറിയപ്പെടേണ്ടത്, അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും സാറ്റിസ്ഫാക്ഷൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്വഭാവ സവിശേഷതകൾ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അതായത് മാർക്കറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ബൂസ്റ്റ് ബിസിനസ് ഗ്രോത്ത്. അതായത് മാർക്കറ്റിംഗ് ഉള്ളത് കാരണം നമ്മുടെ ബിസിനസ്സുകൾക്ക് ഗ്രോത്ത് എന്ന് തുടങ്ങും. കാരണം കസ്റ്റമേഴ്സ് കൂടുതൽ അവരുടെ ഓരോ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ബ്രാൻഡിലെ പ്രൊഡക്റ്റും വാങ്ങുന്നു. ഇതുവഴി സെയിൽസും കൂടും, അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് വളരെ നിർബന്ധമാണ്. ദെൻ ക്രിയേറ്റ് ബ്രാൻഡ് അവയർനെസ്. അതായത് മാർക്കറ്റിംഗ് ഉള്ളത് കാരണം പല ബ്രാൻഡുകളെയും പല കസ്റ്റമേഴ്സും അറിയപ്പെടാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, കൊക്കക്കോളൻ്റെ ആ ഒരു കളറും ലോഗോയും കാണുമ്പോൾ തന്നെ അത് കൊക്കക്കോളയാണെന്ന് കസ്റ്റമേഴ്സ് തിരിച്ചറിയുന്നു. അത് മാർക്കറ്റിംഗ് കാരണമാണ്. ദെൻ എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത്
ഇപ്പോൾ കസ്റ്റമേഴ്സ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂകളൊക്കെ കസ്റ്റമേഴ്സിനോട് ചോദിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഇനിയും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ച് ആ ഒരു പ്രൊഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അതിലും മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എൻകറേജ് ഇന്നോവേഷൻ. അതായത് ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് ഉള്ളത് കാരണം കുറേ ബ്രാൻഡുകൾ കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഉള്ളത് കാരണം എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ ബ്രാൻഡിനെ കുറിച്ചും അറിയാം. അപ്പോൾ കുറേ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒരേ പ്രൊഡക്റ്റ് ടൈപ്പ് കുറേ സിമിലർ പ്രൊഡക്ട്സ് പല ബ്രാൻഡുകളിലുണ്ട്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് പുതുതായിട്ടുള്ള ഓരോരോ പ്രൊഡക്ട്സ് ഓരോ കമ്പനികളും ലോഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ വലിയൊരു ഫീൽഡായത് കാരണം തന്നെ പല ആളുകൾക്കും അവിടെ കുറേ ജോലി സാധ്യതകളുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റർ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെ പല പല പൊസിഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ജോലികൾക്കൊക്കെ എന്താവശ്യമാണ്, ഓരോരോ എംപ്ലോയീസിന് ആവശ്യമാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നെക്സ്റ്റ് സപ്പോർട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. മാർക്കറ്റിംഗ് നമ്മുടെ എക്കണോമീനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് കസ്റ്റമേഴ്സ് ഓരോ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് അവർ ആ ഒരു ബ്രാൻഡിൽ കുറേ സെയിൽസ്, കുറേ പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിക്ക് ബെനഫിറ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോൾ കുറേ പ്രോഫിറ്റ് ആക്കുന്നു, നമ്മുടേത് വേറെ ജോലികൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്കും അത് നല്ലൊരു ബെനിഫിറ്റാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അമൂൽ ബ്രാൻഡ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അവരുടെ പാല് വിറ്റുകൊണ്ടിരിക്കുകയാണ്, അതിൽ നല്ല സെയിൽസും വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഓൾറെഡി അങ്ങനെ പ്രോഫിറ്റ് നേടുന്നു. അപ്പോൾ ഈ അമൂൽ എവിടെ നിന്നാണ് പാല് പർച്ചേസ് ചെയ്യുന്നത്? ഈ ഫാമേഴ്സിൻ്റെ അടുത്തു നിന്നാണ്, കർഷകരുടെ അടുത്തു നിന്നാണ്. അപ്പോൾ അവർക്കും ഇതിൻ്റെ ഒരു വലിയൊരു തുക കിട്ടുന്നു. അങ്ങനെ ടോട്ടലി എക്കണോമിക്കലി റിച്ചായി മാറുന്നു. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ്, ബിൽഡ് സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു മാർക്കറ്റിംഗ് ഉള്ളത് കാരണം കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ആമസോൺ പ്രൈം ഓൾറെഡി അതിൽ മെമ്പർഷിപ്പ് എടുത്ത വ്യക്തികൾക്ക് അടുത്ത മന്തിലും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്ട്രാ ഓഫർ കൊടുക്കുന്നു. ഇത് കാരണം കസ്റ്റമേഴ്സ് അതിൽ തന്നെ എന്ത് ചെയ്യുന്നു, സ്റ്റെക്കായി നിൽക്കുകയാണ്. കാരണം കസ്റ്റമേഴ്സിന് ആ ഒരു ആമസോൺ പ്രൈമിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്. അതായത് ഒരു കമ്പനീൻ്റെ സെയിൽസ്, പ്രോഫിറ്റ്, കസ്റ്റമേഴ്സ്, ഈ പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും സം ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കമ്പനി ചൂടുള്ള സമയങ്ങളിൽ നല്ല രീതിയിലോട്ട് ഐസ്ക്രീം വിറ്റ് പോകും. മറിച്ച് നല്ല മഴയും ഒക്കെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ വിൽപ്പന കുറയുന്നു. അപ്പോൾ അവിടെ നാച്ചുറൽ എൻവിറോൺമെൻറ്റ് ഇത് കാരണം എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ആയിട്ട് നമ്മുടെ ആ ഒരു കമ്പനീൻ്റെ സെയിൽസിനെയും പ്രോഫിറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് മാർക്കറ്റിംഗ് എൻവിറോൺമെൻറ്റ്. പല ഫാക്ടേഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, കമ്പനിയിലുള്ള സെയിൽസ്, പ്രോഫിറ്റ് ഇതൊക്കെ ചില സിറ്റുവേഷനിൽ നിർത്തലാവുക. അപ്പോൾ ഇത് രണ്ട് രീതിക്കാണുള്ളത്, മൈക്രോ എൻവിറോൺമെൻറ്റും അതുപോലെ തന്നെ മാക്രോ എൻവിറോൺമെൻറ്റും. മൈക്രോ എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് കമ്പനീൻ്റെ ഉള്ളിലുള്ള ഒന്നെങ്കിൽ കമ്പനിയുമായി കണക്ട് ചെയ്തപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുമായി കണക്ട് ചെയ്ത മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ടാണ് ഇത്തരം ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ണാണ് കസ്റ്റമേഴ്സ്. അതിന് മുന്നായിട്ട് ഈ ഒരു മൈക്രോ എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് പാർഷ്യലി കൺട്രോളബിൾ ആണ്. അതായത് ഇത് കമ്പനിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളും മറ്റ് സ്ഥാപനങ്ങളുമായത് കാരണം തന്നെ നമുക്ക് ഒരുവിധം ഇവിടുത്തെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പകുതി പാർഷ്യലി കൺട്രോളബിൾ ആണ്, പാർഷ്യലി അൺകൺട്രോളബിളും ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ച് നീഡ്സുകളൊക്കെ ഉണ്ടാക്കുന്നു. അത് നമ്മൾ കണ്ടറിഞ്ഞ് അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് സാറ്റിസ്ഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഒരു KFCൻ്റെ ചിക്കിങ് കഴിക്കുന്നൊരു കസ്റ്റമറിനൊരു കസ്റ്റമൈസേഷൻ ഉണ്ട്, കൂടുതൽ സ്പൈസ് ഇടണം. അപ്പോൾ ഇവിടെ എന്താണ്, കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, നല്ല സെയിൽസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു കൺട്രോളബിൾ ആണ്. ദെൻ നെക്സ്റ്റ് സപ്ലയേഴ്സ്.
അതായത് നമ്മൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടതിൻ്റെ റോ മെറ്റീരിയൽസ് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. ഇതൊക്കെ കൺട്രോളബിൾ ആണ്. അതുപോലെ തന്നെ എംപ്ലോയീസ്, ഇപ്പോൾ എംപ്ലോയീസിൻ്റെ പെരുമാറ്റം കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് കസ്റ്റമേഴ്സ് വരികയും ചെയ്യാം, അതുപോലെ പോവുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം കാരണം കസ്റ്റമേഴ്സ് വീണ്ടും ആ ഒരു ബാങ്കിനെ തന്നെ സമീപിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അവർ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്കുമായിട്ട് അവർ കണക്ഷൻ വെക്കൂല. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, കൺട്രോളബിൾ ആണ്. ദെൻ ചാനൽ പാർട്ട്നേഴ്സ്, അതായത് ഒരു കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, സൊമാറ്റോ ഇതൊക്കെ. നെക്സ്റ്റ് കോമ്പറ്റേറ്റേഴ്സ്, അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പെപ്സിയാണ്. ഈ പെപ്സിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വേറൊരു ബ്രാൻഡ് കൊക്കക്കോള ഉണ്ടാക്കുക. അപ്പോൾ ഇതും പാർഷ്യബിൾ ആണ്. ദെൻ ഷെയർ ഹോൾഡേഴ്സ്, ഇവർ കമ്പനീൻ്റെ ഓഹരി ഉടമകളാണ്. ഇവരൊരു അവരുടെ കമ്പനിക്ക് സെയിൽസ് കൂടാനും പ്രോഫിറ്റ് ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് എന്തെങ്കിലും പുതുതായിട്ടുള്ള റൂൾസ്, പോളിസി, GSTൻ്റെ നിരക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിയിലുള്ള പ്രൊഡക്റ്റിൻ്റെ വിലേനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഒരു GST വില കൂട്ടുന്നതിനനുസരിച്ച് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റും അവിടെ കൂടും. നെക്സ്റ്റ് ജനറൽ പബ്ലിക്, അതായത് ഒരു കമ്പനീൻ്റെ ഇമേജും അതുപോലെ തന്നെ അത് സമൂഹത്തിൻ്റെ അഭിപ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കമ്പനി പ്ലാസ്റ്റിക് ബാഗ്സ്, പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരോധിച്ച് ഫുൾ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിക്ക് അവിടെ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സൊസൈറ്റീൻ്റെ അഭിപ്രായം വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോ എൻവിറോൺമെൻറ്റ്. ഇങ്ങനെയൊക്കെ ഒരു കമ്പനീനെ സെയിൽസ് പരമായിട്ടും പ്രോഫിറ്റ് പരമായിട്ടും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത്. ഇത് പാർഷ്യലി കൺട്രോളബിളുമാണ്. രണ്ടാമതാണ് മാക്രോ എൻവിറോൺമെൻറ്റ്, അതായത് എക്സ്റ്റേണൽ. ഇത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതല്ല, അൺകൺട്രോളബിൾ ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡെമോഗ്രാഫിക് ഫോഴ്സസ് ആണ്. അതായത് ജനസംഖ്യ, ജെൻഡർ, ഇങ്ങനെ വരുന്ന കാറ്റഗറീസ് ഇവർ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് കുറേ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സിന് കൂടുതൽ ആവശ്യം വരും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾ കൂടുതലായതുകൊണ്ട് നമുക്ക് ഫോൺ കൂടുതൽ നിർമ്മിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എക്കണോമിക് എന്ന് പറയുമ്പം സാമ്പത്തിക രീതി, നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക രീതി, ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇതെല്ലാം എന്താണ്, നമുക്ക് അൺകൺട്രോളബിൾ ആണ്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ജനങ്ങൾ ബ്രാൻഡ് വില കൂടിയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാതെ നിൽക്കുന്നു. നെക്സ്റ്റ് പൊളിറ്റിക്കൽ, അതായത് ഗവൺമെൻറ് റൂൾസ്. ഇതിന് പൊളിറ്റിക്കലി പരമായിട്ടുള്ള റൂൾസും പോളിസീസും മാറ്റുന്ന വഴി നമ്മുടെ പ്രൊഡക്റ്റിന് കുറേ വില കൂടാനും എല്ലാ കാര്യങ്ങളും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്റ്റേണലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ദെൻ അതായത് നാച്ചുറലായിട്ട് വരുന്ന ഫാക്ടേഴ്സ്, ഇപ്പോൾ മഴ, ചൂട്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഫാക്ടേഴ്സ്, നമുക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയാം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ചൂടുകാലമാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നല്ല രീതിക്ക് ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിറ്റ് പോകും. മറിച്ച് നല്ലൊരു മഴക്കാലമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽസ് അവിടെ കുറയും. അപ്പോൾ നമുക്ക് എക്സ്റ്റേണലി നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു ഘടകമാണ്. ദെൻ ടെക്നോളജിക്കൽ ഫോഴ്സസ്, അതായത് ഇന്നത്തെ കാലത്ത് കുറേ ടെക്നോളജീസ് വന്നത് കാരണം എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് സെയിൽസൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ UPI, GPay ഇതുപോലത്തെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വന്നത് കാരണം ഓൺലൈനിലൂടെയൊക്കെ കുറേ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ പർച്ചേസിൻ്റെ എണ്ണം കൂടി. ദെൻ കൾച്ചറൽ, അതായത് കൾച്ചർ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം, ആചാരം, ബിലീവ്സ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു, കുറച്ച് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഓണം, ഈദ്, വിഷു ഈ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, കമ്പനികൾ അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ ഓഫർ കൊടുക്കുന്നുണ്ട് ഡ്രസ്സിന്. അപ്പോൾ ഇതൊരു ആചാരത്തിൻ്റെ ബേസിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് എൻവറോൺമെൻറ്റിൻ്റെ 2 ഫാക്ടേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ 2 ഘടകങ്ങളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്. അതായത് ഒരു കമ്പനി തൻ്റെ രാജ്യത്തിനുള്ളിൽ മാത്രമാണ് അവരുടെ പ്രൊഡക്ട്സ്, സർവീസ് ഇവയെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇത്തരം കമ്പനീസ് അവരുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള
കസ്റ്റമേഴ്സിനെ മാത്രമാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്ത് ഒരൊറ്റ രാജ്യത്ത് മാത്രം ഈ ഒരു പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്, ആ രാജ്യത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കൾച്ചർ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി എക്കണോമിക് അനുസരിച്ചിട്ടും അവരുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ പെർസെപ്ഷൻ ബിഹേവിയർ അവരുടെ കസ്റ്റമർ ബിഹേവിയർ അനുസരിച്ചിട്ടായിരിക്കും ഇത്തരം പ്രൊഡക്ട്സ് നിർമ്മിച്ചിട്ട് അത് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മിൽമൻ്റെ പാല് ഇതിൻ്റെ കമ്പനിക്കാർ ഈ ഒരു കേരളത്തിൽ മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ ലിമിറ്റഡ് ജിയോഗ്രാഫിക്കൽ സ്കോപ്പ്, അതായത് ഇത് ഒരു രാജ്യത്ത് മാത്രമായിരിക്കും കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണത്. ജിയോഗ്രഫിക്കൽ ഏരിയ എല്ലായിടത്തും പോയി എന്ത് ചെയ്യില്ല, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ലിമിറ്റഡ് ഏരിയ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ മിൽമൻ്റെ പാല് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണുള്ളൂ. ദെൻ നെക്സ്റ്റ് ലോവർ റിസ്ക്, അതായത് ഇത്തരം കമ്പനികൾക്ക് റിസ്ക് കുറവായിരിക്കും. നമ്മൾ ഇൻ്റർനാഷണൽ വൈസിൽ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അവിടെ കറൻസിൻ്റെ മൂല്യത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ആണ്. കാരണം മേ ബി നമുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. ഇതിപ്പോൾ ഒരൊറ്റ രാജ്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യണതുകൊണ്ട് നമുക്ക് റിസ്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ്സും കുറവായിരിക്കും. ദെൻ ഈസിയർ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ രാജ്യം തന്നെ ആയതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ മലയാള മനോരമൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസിലുള്ള വ്യക്തികൾ മലയാളം സംസാരിക്കുന്നത് കാരണം നമുക്ക് അവരോട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുമ്പോൾ അവർക്കും മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. തന്നെ റെഗുലേറ്ററി കംപ്ലൈൻസ്, അതായത് നമ്മുടെ ഈ ഒരു രാജ്യത്ത് മാത്രം ഡിസ്ട്രിബ്യൂഷൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഒരു നാട്ടിലുള്ള ലോ ഗവൺമെൻറ് ലോ മാത്രം നമ്മൾ പാലിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് നോൺ കസ്റ്റമർ ബേസ്, നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഒരു രാജ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ ഈ ഓണം, ഈദ്, വിഷു ഇതൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഫുഡിൻ്റെ ആയിക്കോട്ടെ വസ്ത്രങ്ങൾക്ക് ആയിക്കോട്ടെ ഓഫർ കൊടുക്കണം. അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് അതിന് ഓഫർ കൊടുക്കുമ്പോൾ അവിടെ സെയിൽസ് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്, അതായത് നല്ലൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ആവാനുള്ള കുറച്ച് സ്ട്രാറ്റജീസാണ്. ഫസ്റ്റ് മാർക്കറ്റ് റിസർച്ച്, അതായത് കമ്പനികൾ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് എന്നുള്ളത് അന്വേഷിക്കാം. അത് ഈ സർവേ, ക്വസ്റ്റ്യനർ ഇതുവഴി എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് ഏതുതരം പ്രൊഡക്റ്റാണ് വേണ്ടത് എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാം. ദെൻ സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്, അതായത് കമ്പനികൾ ഓരോ ഏജ് കാറ്റഗറിയിലുള്ള ജെൻഡർ വൈസിൽ അങ്ങനെ നമ്മുടെ ജനങ്ങളെ എന്ത് ചെയ്യുന്നു, സെഗ്മെൻറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാം. ഇപ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിൻഡർജി അല്ലെങ്കിൽ ചോക്ലേറ്റ്, യുവാക്കളാണെങ്കിൽ മൊബൈൽ ഫോണ്, കുറച്ചുകൂടി പ്രായമായിട്ട് ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസിൻ്റെ അങ്ങനത്തെ സർവീസുകൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ പ്രൈസിങ് സ്ട്രാറ്റജീസ്, അതായത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ വരുമാനം എക്കണോമിക് സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ കോമ്പറ്റീറ്റീവ്സ് ഈ സെയിം പ്രൊഡക്റ്റുമായിട്ട് സിമിലറായി വരുന്ന കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാകും ആൾട്ടർനേറ്റീവായിട്ടുള്ള, അവരെത്രയാണ് ഈ പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി താരതമ്യം ചെയ്തിട്ട് ഒരു പ്രൈസ് നിക്ഷേപിക്കാം, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഫിക്സ് ചെയ്യാം. ദെൻ ബ്രാൻഡ് പൊസിഷനിങ്, അതായത് ഓരോ കസ്റ്റമേഴ്സിനും നമ്മുടെ ബ്രാൻഡ് അവയർനെസ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇത് ഇന്ന ബ്രാൻഡാണ് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഈ അമുലൊക്കെ പറയുമ്പോൾ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു സ്ലോഗൻ കൊണ്ട് നമുക്കിത് അമുലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. ദെൻ പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസിങ്, അതായത് കസ്റ്റമേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പ്രൊമോഷനും അഡ്വർടൈസ്മെൻറ്റും കൊടുക്കുക, സോഷ്യൽ മീഡിയ വഴി, TV, ന്യൂസ് പേപ്പർ എന്നിവ വഴി. ദെൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഒരു കമ്പനി കസ്റ്റമേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോവാം.
ഫോർ എക്സാമ്പിൾ, ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്താൽ അവർക്ക് ലോയൽ കാർഡ് കൊടുക്കും, ഒരു മെമ്പർഷിപ്പിന് ഒരു കാർഡ് കൊടുക്കും. ഈ കാർഡിൽ അവർ ഓരോ പ്രാവശ്യം ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാർഡ്ക്ക് പോയിന്റ് കയറിക്കൊണ്ടിരിക്കും. അറ്റ് ലാസ്റ്റ് ഇവർക്ക് എന്ത് ചെയ്യാം, ആ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടും. ഇത് കാരണം കസ്റ്റമേഴ്സിന് ആ ഒരു കമ്പനിയോട് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിനോട് കുറച്ച് ലോയാലിറ്റി കൂടും. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ്. ദെൻ നെക്സ്റ്റ്, റീറ്റെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്. അതായത് ഒരു കമ്പനീൻ്റെ പ്രൊഡക്ട്സ് നമ്മളൊരു നമ്മുടെ ഈ രാജ്യം മൊത്തത്തിൽ അവൈലബിൾ ആക്കുക. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക, ആ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു അമൂലിൻ്റെ പാലായിക്കോട്ടെ, ബട്ടർ ആയിക്കോട്ടെ, വെണ്ണ ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് എല്ലാ ഷോപ്പിലും മാക്സിമം അവൈലബിൾ ആക്കുക. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചും എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. അതായത് ഒരു കമ്പനി തൻ്റെ സ്വന്തം രാജ്യമല്ലാതെ മറ്റുള്ള രാജ്യങ്ങളിലും തൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ സർവീസ്, പ്രൊഡക്ട്സും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പല രാജ്യങ്ങളിലും അവിടുത്തെ കൾച്ചർ, ലാംഗ്വേജ്, എക്കണോമിക് രീതി, അതുപോലെ തന്നെ കസ്റ്റമർ ബിഹേവിയർ, ഇതൊക്കെ പല രാജ്യങ്ങളും ഡിഫറെൻ്റ് ആയത് കാരണം എന്ത് ചെയ്യുന്നു, ഓരോ രാജ്യങ്ങളിലും പല പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഈ ആപ്പിൾ സ്വന്തം രാജ്യങ്ങളിൽ മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, മറ്റുള്ള രാജ്യങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. വൈഡർ മാർക്കറ്റ് റിസർച്ച്. അതായത് പല രാജ്യങ്ങളിലുള്ള കസ്റ്റമേഴ്സ് ആയത് കാരണം നമുക്ക് വൈഡർ ആയിട്ടുള്ളൊരു മാർക്കറ്റ് റിസർച്ച്, കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്നുള്ള ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുക. ദെൻ കൾച്ചറൽ സെൻസിറ്റിവിറ്റി. അതായത് ഓരോ രാജ്യങ്ങളിലും ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ്, അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും അവിടെ കൊണ്ടുവരിക. ഇപ്പോൾ ഇന്ത്യയിൽ മെക്ഡൊണാൾഡ്സിൻ്റെ ബ്രാൻഡ് അധികം ബർഗേഴ്സ് വെജിറ്റബിൾ ടൈപ്പാണ് കൊണ്ടുവരിക. പക്ഷേ അമേരിക്കയിലൊക്കെ ഫുൾ ബീഫ് ബർഗറാണ്. അത് ഓരോ കൾച്ചർ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഹയർ കോമ്പറ്റീഷൻ. അതായത് ഇൻ്റർനാഷണൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ കുറേ കോമ്പറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ദെൻ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലൈൻസ്. അതായത് നമ്മൾ ഒരു രാജ്യങ്ങളിൽ മാത്രമല്ല പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, മറിച്ച് എല്ലാ രാജ്യങ്ങളിലും ചെയ്യണത് കാരണം എല്ലാ രാജ്യങ്ങളിലെ ലോകളും നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ കറൻസി ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. അതായത് പല രാജ്യങ്ങളുടെയും ഇപ്പോൾ അവിടുത്തെ ഫണ്ടിൻ്റെ മൂല്യം കുറേ ചെയ്യുമ്പോൾ അതൊരു റിസ്ക് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആണ്. അതിൽ ഫസ്റ്റ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. അതായത് ഒരു രാജ്യം ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് മറ്റൊരു രാജ്യത്തിലോട്ട് കയറ്റുമതി ചെയ്യുന്നതാണ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. ദെൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഡിസ്നി കാർട്ടൂൺസിൻ്റെ മോഡൽസ് മറ്റുള്ള രാജ്യങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തുള്ള ബ്രാൻഡിലെ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിം മോഡലും മെത്തേഡും യൂസ് ചെയ്ത് കണ്ട് വിൽക്കാൻ അനുമതി കൊടുക്കുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ KFC. ഇത് വേറെ രാജ്യങ്ങളിൽ ഇവരുടെ സെയിം മെത്തേഡും മോഡലും യൂസ് ചെയ്ത് കണ്ട് അവിടെ ഇതിൻ്റെ ബ്രാൻഡ് പ്രവർത്തിക്കുന്നു. ദെൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക് അലയൻസ്. അതായത് രണ്ട് രാജ്യക്കാർ തമ്മിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം മാരുതി എന്നുള്ളത് ഇന്ത്യയിലെയും സുസുക്കി എന്നുള്ളത് ജപ്പാനിലെയാണ്. ഇവർ രണ്ടാളും ജോയിൻ ചെയ്ത് കണ്ട് ആ ഒരു കമ്പനി റൺ ചെയ്ത് പോകുന്നു. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു രാജ്യം മറ്റുള്ള രാജ്യത്ത് പോയിട്ട് അവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് അത് പ്രവർത്തിപ്പിക്കുന്നു. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ വിയസ് കസ്റ്റമൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിം മോഡല് മറ്റുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ട്? സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യപ്രകാരം പ്രൊഡക്ട്സ് കൊടുക്കുന്നു. എക്സാമ്പിൾ മെക്ഡൊണാൾഡ്സ്. അതൊരു രാജ്യത്ത് ഫുൾ ബീഫ് ബർഗർ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വെജ് ബർഗർ ആയിട്ടാണ് കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്.
അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓവറോൾ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷായി.